ഗുഡ് മോർണിംഗ് ടു ഓൾ. ഐ ആം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ശാന്തി. ഇന്നെനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും ഭയങ്കര നല്ലൊരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആരാണ്? വിദേശത്തൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പഠിച്ച് PhD ഒക്കെ ചെയ്ത് ഒരുപാട് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു പേഴ്സണാണോ ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്? എൻ്റെ അഭിപ്രായത്തിലല്ല. ദേ ആർ ദ ട്രോമ സർവൈവേഴ്സ്. ഏറ്റവും കൂടുതൽ തീവ്രമായ വേദനകളിൽ കൂടെ, ഏറ്റവും കൂടുതൽ തീവ്രമായ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് സൈക്കോളജിസ്റ്റ്. ലോകം കണ്ട ഏറ്റവും വലിയ മനസ്സിനെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന പീഡനങ്ങൾ കടന്നു പോയിട്ടുള്ള ആൾക്കാരാണ്. ഹിറ്റ്ലറിൻ്റെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിൽ നിന്ന് വളരെ ചുരുക്കം പേര് മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുള്ളൂ. അവർ പിന്നെ പിൽക്കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളായി തീർന്നു. ഒരുപാട് പേരുടെ മുറിവുകളെ ഉണക്കുന്ന ആൾക്കാരായി തീർന്നു. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് വിക്ടർ ഫ്രാങ്കിൾ. ദ മാൻ സെർച്ച് ഫോർ മീനിങ് എന്നും പറഞ്ഞ് ബുക്ക് എഴുതിയ ആൾ. സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ലോഗോതെറാപ്പി. ലോഗോതെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആണ്. ഈ ലോഗോതെറാപ്പി പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും വിഷമങ്ങളെയൊക്കെ കുറച്ച് കൂടുതൽ ലൈഫിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നു. അദ്ദേഹം ആണ് ലോഗോതെറാപ്പി ഇൻവെൻറ്റ് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ വേദനകളിൽ കൂടെ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ആണെങ്കിൽ, അദ്ദേഹം ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു, ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹം നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഇരുട്ടുമുറിയിൽ കിടന്നിട്ട് ഒരു ദിവസം ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഡോക്ടറല്ലേ, അപ്പം ഞരമ്പെല്ലാം നന്നായിട്ട് കാണാനും മുറിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അദ്ദേഹം ഏത് ഞരമ്പാണ് ഏറ്റവും നന്നായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മരിക്കാൻ പറ്റുന്നതെന്ന് നൽകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു ചെറിയൊരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിൽ ഇങ്ങനെ വലിഞ്ഞു കയറി നോക്കി. എല്ലാ ദിവസവും പുറത്തുനിന്ന് ചെറിയൊരു സൂര്യപ്രകാശം അതിലേക്ക് വരുമായിരുന്നു. ആ ഹോളിലൂടെ അദ്ദേഹം നോക്കിയപ്പോൾ കാഴ്ച, ഉണങ്ങി വരേണ്ട ഒരു മരക്കമ്പിൽ ചെറിയ 2 ലീവ്സ്, ഇലകൾ വന്നേക്കുന്നു. സോ ഈ ഇലകൾ കണ്ടപ്പോൾ തലേ ദിവസം വരെ ഉണങ്ങി വരേണ്ട ഇലകളിൽ ചെടിയിൽ വസന്തം വരാമെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്കും ഒരു വസന്തം വന്നുകൂടാ? ഞാൻ എന്തുകൊണ്ട് രക്ഷപ്പെട്ടുകൂടാ? അദ്ദേഹം ആ വിശ്വാസത്തോടെ വന്നു. ജർമ്മനീനെ അമേരിക്ക തോൽപ്പിച്ചു. അദ്ദേഹം മോചിതനായി. അദ്ദേഹം സൈക്കോളജിസ്റ്റായി, തെറാപ്പിസ്റ്റായി. മാൻ സെർച്ച് ഫോർ മീനിങ്. ഇന്ന് എവിടെയൊക്കെ സൈക്കോളജിസ്റ്റുകളുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ലോഗോതെറാപ്പി അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഹീൽ ചെയ്യുന്ന ഓരോ ക്ലയൻസിനോടും പറയും, വെൻ യു കംപ്ലീറ്റ്ലി ഹീൽ, അൾട്ടിമേറ്റ്ലി യു ബിക്കം എ ഹീലർ. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ട്. ഞാൻ ഹീൽ ചെയ്ത ഒരു കുട്ടി ഇന്ന് അതേ കണക്ക് തീവ്രമായ വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഒരു കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അഭിമാനം തോന്നുന്നു. എനിക്ക് പോലും അത്രയും പറ്റത്തില്ല. വളരെ കൊച്ചു കുട്ടിയാണ്. ഷീ ഈസ് ലെസ് ദാൻ 20. എന്നിട്ട് പോലും സ്വന്തം വീട്ടിൽ സ്വന്തം പേരൻസിനാൽ അബ്യൂസ് ചെയ്തപ്പെട്ട് ഒരു ഹെൽപ്പ് പോലും ഇല്ലാതിരിക്കുന്ന കുട്ടിക്ക് വേണ്ടി ചൈൽഡ് ലൈനെ കോൺടാക്റ്റ് ചെയ്തു. അതിനുവേണ്ട നിയമസഹായം ചെയ്തു. സ്വന്തം കൂടെ നിർത്തി അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി ആ കുട്ടി തയ്യാറാവുന്നു. അതിനുള്ള എനർജി ആ കുട്ടിക്ക് കിട്ടിയത് എങ്ങനെയാണ്? അത് കടന്നുപോയ തീവ്രമായ വേദനകൾ തന്നെയാണ്. അതിൽ നിന്ന് അത് രക്ഷപ്പെട്ട് വന്നത്. സോ അതിൻ്റെ ഒരു പാർട്ടാവാൻ എനിക്ക് കഴിഞ്ഞു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. നമ്മളുടെ വേദനകളെ നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസാക്കി എടുക്കണം. വേദനകളെ നമ്മളെ തകർക്കാൻ നമ്മൾ സമ്മതിക്കരുത്. പലപ്പോഴും നമ്മൾ ഡ്രഗ് അഡിക്ട്സിനെ എടുത്താൽ, സൈക്കോപാത്സിനെ എടുത്താൽ, സൊസൈറ്റിയിൽ ആൻറ്റി സോഷ്യൽ എലമെൻസിനെ എടുത്താൽ അവർക്ക് തീവ്രമായ വേദനകളിൽ കൂടി കടന്നു പോയിട്ടുള്ളതാണ്. പലപ്പോഴും സൊസൈറ്റിയിൽ ഒത്തിരി നന്മകൾ ചെയ്യുന്ന ആൾക്കാരെ എടുത്താലും അവരും കടന്നു പോയിട്ടുള്ളതാണ്. ഇതൊരു ചോയ്സാണ്. എല്ലാവർക്കും കഴിയട്ടെ.